നമസ്കാരം. ദേവസൈന്യയിലേക്കും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാഗം 4ലേക്കും എല്ലാവർക്കും സ്വാഗതം. അവർ അമ്പും വില്ലും പ്രയോഗിച്ചും വാളും പരിചയം പ്രയോഗിച്ചും ഈട്ടി, കുന്തം, വേൽ മുതലായ ആയുധങ്ങൾ പ്രയോഗിച്ചും പല വിധത്തിൽ പരീക്ഷിച്ചു. ആ പരീക്ഷകളിലെല്ലാം ആ യുവാവ് ജയിക്കുകയും കായംകുളം സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. അതുകണ്ട് കായംകുളത്ത് രാജാവ് ഏറ്റവും സന്തോഷിക്കുകയും നിനക്ക് സമ്മാനമായി എന്താണ് വേണ്ടത്, എന്തും തരാൻ ഞാൻ തയ്യാറാണ് എന്നും പറയുകയും ചെയ്തു. അത് കേട്ട് ആ യുവാവ്, അടിയന് അധികമൊന്നും കിട്ടണമെന്ന് ആഗ്രഹമില്ല. അടിയൻ ഇവിടെ നിന്ന് എയ്യുന്ന ശരം ചെന്നു വീഴുന്ന സ്ഥലവും അതിന്റെ ചുറ്റുമുള്ള സ്ഥലം ഉൾപ്പെടെ മുക്കാദം, അതായത് 12 നാഴിക ദീർഘവിസ്താരമുള്ള ഭൂമി കരമൊഴിവാക്കി കൽപ്പിച്ചു തന്നാൽ മതി എന്നറിയിച്ചു. അങ്ങനെ തന്നെ അത്രയും കരമൊഴിവാക്കി തന്നേക്കാം, ശരമെടുത്തെയ്യുക എന്ന് രാജാവ് കൽപ്പിച്ചു. ആ യുവാവ് ഒരു ശരമെടുത്ത് ഞാണിൽ തൊടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വലിച്ചുവിട്ടു. ആ ശരം ചെന്ന് വീണ സ്ഥലം കണ്ടുപിടിക്കുന്നതിനായി കായംകുളത്ത് രാജാവ് തന്റെ വിശ്വസ്ത ഭടന്മാരിൽ ചിലരെ നിയോഗിച്ചയച്ചു. അവരോടുകൂടി ആ യുവാവും വെറുതെ നേരമ്പോക്കിനായിട്ടെന്നുള്ള പോലെ പന്തളത്ത് രാജാവും പോയി. അവരെല്ലാവരും കൂടി കായംകുളത്ത് നിന്നും കിഴക്കു തെക്കായി ഏകദേശം 12 നാഴിക ദൂരം വരെ ചെന്നപ്പോൾ അവിടെ ഒരു പൊയ്കയും അതിന്റെ തീരപ്രദേശത്ത് ഏതാനും കാളകൾ മേഞ്ഞുകൊണ്ട് നിൽക്കുന്നതും കണ്ടു. അവയിൽ ഏറ്റവും ഭയങ്കര മൂർത്തിയായ ഒരു കൂറ്റൻ മുക്കറയിട്ടുകൊണ്ട് പന്തളത്ത് രാജാവിനെ കുത്താനായി പാഞ്ഞു ചെന്നു. അതുകണ്ട് രാജഭടന്മാർ പേടിച്ചോടി. അഭ്യാസിയും സുന്ദരനുമായിരുന്ന ആ യുവാവ് ധൈര്യസമേതം കാളയെ അടിച്ചോടിച്ചു പന്തളത്ത് രാജാവിനെ രക്ഷിച്ചു. ഈ സംഭവം നിമിത്തം ആ പൊയ്കയ്ക്ക് അന്നുണ്ടായ കാളകുത്തി പൊയ്ക എന്ന പേര് തന്നെ ഇന്നും ജനങ്ങൾ പറഞ്ഞു വരുന്നു. അനന്തരം പന്തളത്ത് രാജാവും ആ യുവാവും കൂടി അവിടെ നിന്ന് കുറച്ചു കിഴക്കോട്ട് പോയതിന് ശേഷം ഒരു പാറപ്പുറത്ത് ചെന്നിരുന്ന് സ്വല്പനേരം വിശ്രമിച്ചു. അപ്പോഴേക്കും നേരം വൈകിയതിനാൽ ആ രാത്രി അവിടെ താമസിച്ചു. ആ യുവാവിന്റെ കാലടികൾ അന്ന് അവിടെ പതിഞ്ഞത് ഇപ്പോഴും മാഞ്ഞു പോകാതെ തെളിഞ്ഞു കാണാനുണ്ട്. ആ സ്ഥലം തൃപ്പാദം എന്ന പേരിൽ പറഞ്ഞു വരുന്നു. പിറ്റേ ദിവസം, അതായത് 10-ാം തീയതി രാവിലെ പന്തളത്ത് രാജാവും ആ യുവാവും കൂടി ഏകദേശം അരനാഴിക കിഴക്കോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു കായലും അതിന്റെ മധ്യത്തിൽ ഒരു തുരുത്തും കണ്ടു. അപ്പോൾ ആ യുവാവ്, ആ കാണുന്ന തുരുത്തിലാണ് അടിയന്റെ ശരം പതിച്ചിരിക്കുന്നത്, അതിനാൽ അങ്ങോട്ട് എഴുന്നള്ളണം. ഇവിടെ കടവിൽ ഒരു പൊങ്ങുതടി കിടക്കുന്നുണ്ട്, അതിൽ കയറിപ്പോയാൽ ആ തുരുത്തിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. രാജാവ് അപ്രകാരം സമ്മതിക്കുകയും യുവാവിനോട് കൂടി കടവിൽ ചെന്ന് പൊങ്ങുതടിയിൽ കയറുകയും ചെയ്തു. ആരും തുഴയാതെ തന്നെ പൊങ്ങുതടി ചെന്ന് തുരുത്തിലെടുത്തു. രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ യുവാവിനെ കാണാനില്ലായിരുന്നു. ആ പൊങ്ങുതടി അവിടെ നിന്ന് വെള്ളത്തിൽ കൂടി നീന്തിപ്പോകുന്നത് കണ്ട് വിസ്മയത്തോടു കൂടി രാജാവ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ വാസ്തവത്തിൽ അതൊരു പൊങ്ങുതടി അല്ലെന്നും ഒരു മുതലയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാകുകയും തന്റെ പരദേവതയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിചാരിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു. അപ്പോഴേക്കും ഒരാൾ വാളും പരിചയം എടുത്ത് ഏറ്റവും വിനയത്തോടുകൂടി രാജാവിന്റെ അടുക്കൽ ചെന്ന് ഇതിലെ എഴുന്നള്ളാം എന്ന് അറിയിച്ചു. രാജാവ് ഉടനെ കുളിയും സന്ധ്യാവന്ദനവും കഴിച്ച് ആ അകമ്പടിക്കാരനോടുകൂടി തുരുത്തിന്റെ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ശിലാവിഗ്രഹവും അതിന്മേൽ താൻ ശബരിമല നടക്കി വെച്ച പൊൻകിരീടവും മുത്തുമാലയും ചാർത്തിയിരിക്കുന്നതായും കണ്ട് രാജാവ് സന്തോഷാത്ഭുത പരവശനായി ഭക്തിയോടുകൂടി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ശംഖ് വിളിക്കുകയും ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിലിരുന്ന് പൂജിക്കുകയും അസംഖ്യം കുരങ്ങന്മാർ തൊഴുതു നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. രാജാവ് നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ ആ പൂജക്കാരൻ തീർത്ഥവും പ്രസാദവും കൊടുത്തു. ആ സമയം വൃദ്ധനായ ഒരു പരദേശ ബ്രാഹ്മണൻ ഒരു വെളിച്ചപ്പാടിനെ പോലെ തുള്ളിക്കൊണ്ട് അവിടെ വരികയും പന്തളത്ത് രാജാവിന്റെ നേരെ നോക്കി, എന്താ, എന്റെ ഉണ്ണിക്ക് സന്തോഷമായില്ലേ? ആഗ്രഹം സാധിച്ചുവല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് പോലെ ഇവിടെ വന്നിരിക്കുന്നു. ഇനി എന്റെ ഉണ്ണി എന്റെ മല കയറണമെന്നില്ല, ഇവിടെ വേണ്ടതുപോലെ ചെയ്തു കൊണ്ടാൽ മതി. ഈ പൂജക്കാരൻ തന്നെ എന്റെ പൂജക്കാരനായി ഇരുന്നു കൊള്ളട്ടെ. രാജാവിന്റെ അകമ്പടിക്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ഉണ്ണിത്താൻ എന്റെ ദാസനാണ്, ഇവൻ എന്റെ ഉണ്ണിയുടെ അംഗരക്ഷകനായിരിക്കട്ടെ. ശംഖു വിളിച്ച മാരാനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇവൻ എന്റെ മാരാനും കഴകക്കാരനുമായിരിക്കട്ടെ. ഈ കുരങ്ങന്മാരും എന്റെ ഉണ്ണിയെ ഇക്കരെ കടത്തിയ മുതലയും ഈ കായലിലുള്ള ശ്രേഷ്ഠകൾ അല്ലെങ്കിൽ ഏട്ടകൾ എന്നു പേരായ മത്സ്യങ്ങളും
എൻ്റെ പരിവാരങ്ങളാണ്. ഇവരെയെല്ലാം എൻ്റെ ഉണ്ണി രക്ഷിച്ചു കൊള്ളണം. ഇവരിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആ ഉപദ്രവികളെ ഞാൻ യഥായോഗ്യം ശിക്ഷിക്കും. എൻ്റെ ഉണ്ണി ഇവിടെ വന്ന് ആദ്യമായി എന്നെ ദർശിച്ച ഈ ദിവസം, ഈ സമയത്ത്, അതായത് മേടമാസം 10-ാം തീയതി രാവിലെ ഇവിടെ വന്ന് എന്നെ ഭക്തിപൂർവ്വം ദർശിക്കുന്നവർക്ക് സകല അഭീഷ്ടങ്ങളും ഞാൻ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ട് അദ്ദേഹം വന്നതുപോലെ തന്നെ ഓടിപ്പോവുകയും ചെയ്തു.